എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശുദ്ധ റീത്ത പുണ്യവതിയുടെ നാമത്തിലുള്ള ഏക ദേവാലയമാണ് ചെമ്പന്നൂര് സെയിൻറ്റ് റീത്താസ് ദേവാലയം. കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടാണ് വിശുദ്ധ റീത്തായുടെ നാമത്തിൽ ഈ പള്ളിയുള്ളൂ. പക്ഷേ ആഗോള സഭയിൽ വളരെയേറെ വണങ്ങപ്പെടുന്ന അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥ എന്ന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധ യൂദാ തദേവൂസ് പോലെ, വിശുദ്ധ അന്തോണീസ് പോലെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയായിട്ട് അറിയപ്പെടുന്ന ഒരു പുണ്യവതിയാണ് വിശുദ്ധ റീത്ത. ഈ ദേവാലയത്തിൽ വിശുദ്ധ റീത്ത പുണ്യവതിയുടെ തിരുനാള് ഈ മാസം മെയ് മാസം 7, 8, 9, 10 തീയതി വ്യാഴം, വെള്ളി, ശനി, ഞായർ തീയതികൾ ആഘോഷിക്കുകയാണ്. ഈ പുണ്യവതിയുമായിട്ട് ഈ ഇടവയ്ക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഇടവകയുടെ ആരംഭകാലത്ത് വളരെ ചെറിയൊരു ദേവാലയമായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ ദൈവകൃപ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അന്ന് ഈ ദേവാലയ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ വിൻസെൻഷ്യൻ വൈദികർ വിശുദ്ധ റീത്ത പുണ്യവതിയെ ഇവിടെ പ്രതിഷ്ഠിച്ചു. റീത്ത പുണ്യവതിയുടെ അസ്ഥിയുടെ ഒരംശം ഇറ്റലിയിലെ റീത്ത പുണ്യവതിയുടെ ഇന്നത്തെ മൃതശരീരം, അഴിയാത്ത മൃതശരീരം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന്, കാഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വിശുദ്ധ റീത്ത പുണ്യവതിയുടെ അസ്ഥിയുടെ ഒരു അംശം സ്ഥാപിച്ചു. അങ്ങനെ വളരെ അപൂർവമായൊരു തിരുശേഷിപ്പ് ഈ ദേവാലയത്തിനുണ്ട്. വിശുദ്ധ റീത്ത പുണ്യതയോട് പ്രാർത്ഥിക്കുന്നവർക്ക് അത്ഭുതകരമായ രോഗസൗഖ്യം, വിവാഹ തടസ്സങ്ങൾ മാറുന്ന അനുഭവം, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുന്ന അനുഭവം, അങ്ങനെ കുറേയേറെ അനുഭവങ്ങൾ ഇവിടെ ലഭിച്ചിട്ടുള്ളതുകൊണ്ട് വളരെ കാലം മുതൽ തന്നെ റീത്ത പുണ്യതയുടെ ഒരു ഭക്തി ഈ പ്രദേശത്തുണ്ട്. ഇപ്പോൾ ഈ പുതിയ ദേവാലയം, മനോഹരമായ ദേവാലയം നിർമ്മിച്ചതിൻ്റെ പുറകിലല്ല ഈ പുണ്യതയോടുള്ള വലിയ ഈ ജനത്തിൻ്റെ ഭക്തിയാണ്. വളരെയേറെ പേര് പുറത്തുനിന്ന് ഈ ദേവാലയത്തിൽ വരികയും ഇങ്ങനെയുള്ള അസാധ്യ കാര്യങ്ങളുടെ, നടക്കാൻ പറ്റാത്ത കാര്യങ്ങളുടെ മധ്യസ്ഥയായിട്ട് ദൈവസഹായത്തിന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേക നേർച്ച ഈ പള്ളിയിലുള്ളത് അത്തിപ്പഴവും ചുമന്ന റോസാപ്പൂവും നേർച്ചയായിട്ട് സ്വീകരിക്കുന്ന പതിവാണ്. അത്തിപ്പഴവും ചുമന്ന റോസാപ്പൂവും ഇവിടെ വിതരണം ചെയ്യാനൊരു കാരണം, അത് നേർച്ചയായിട്ട് കൊടുക്കാനൊരു കാരണം, വിശുദ്ധ റീത്തായുടെ ജീവിതത്തിൽ നടന്നു എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അഗസ്റ്റീനിയൻ സന്യാസ സഭയിലെ അംഗമാണ് അവർ. ഈ അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ അംഗമായിരിക്കുന്ന കാലത്ത് രോഗിണിയായപ്പോൾ, വിശുദ്ധ റീത്ത വളരെ കാലം രോഗിണിയായിട്ട് സഹിച്ച് മരിച്ച ഒരു കന്യാസ്ത്രീയാണ്. ആ രോഗിണിയായിരുന്ന അവസരത്തിൽ അവർ തൊട്ടടുത്ത് നിന്നൊരു കന്യാസ്ത്രീയോട് പറഞ്ഞെന്നാ പറയുന്നത്, എനിക്ക് 2 അത്തിപ്പഴവും 1 റോസാപ്പൂവും കിട്ടണം എന്നവരാഗ്രഹം പറഞ്ഞു പോലും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഡിസംബറിലെ മഞ്ഞ് വീഴുന്ന സ്ഥലത്ത് ഒരിക്കലും അത്തിപ്പഴമോ റോസാപ്പൂവോ ഇല്ല, എല്ലാം ഇല കൊഴിഞ്ഞ് നിൽക്കുന്നൊരു സമയമാണത്. ഒരിക്കലും അങ്ങനെയൊന്നും കാണയില്ലായിരുന്നു. പക്ഷേ ഈ സന്യാസിനി വിശുദ്ധ റീത്തായുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവിടെ 2 അത്തിപ്പഴം മൂത്ത് പഴുത്ത് നിൽക്കുന്നതായിട്ടും റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നതായിട്ടും കണ്ടു എന്നാണ് അവരുടെ ജീവിതത്തിൽ അഗസ്റ്റീനിയൻ സന്യാസ സഭയുടെ ഹിസ്റ്റോറിക്കലായിട്ട് അവർ എഴുതിയിരിക്കുന്ന ക്രോണിക്കിളിൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം, അതാണ് ഒരു സംഭവം. അതുകൊണ്ടാണ് ഈ നേർച്ച കൊടുക്കുന്ന പതിവ് ഇവിടെ ആരംഭിച്ചത്. ഇവിടെ വരുന്ന എല്ലാവർക്കും അത്തിപ്പഴവും റോസാപ്പൂവാണ് നേർച്ചയായിട്ട് കൊടുക്കുന്നത്. വിശുദ്ധ റീത്ത പുണ്യവതിയോടുള്ള 9 ദിവസത്തെ നൊവേന ഈ വ്യാഴാഴ്ച ആരംഭിക്കുകയാണ്. ഏപ്രിൽ 30-ാം തീയതി വ്യാഴാഴ്ച ആരംഭിക്കും. 9 ദിവസം നൊവേനയ്ക്ക് ശേഷം 4 ദിവസത്തെ തിരുനാളാണ്. തിരുനാള് 7-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് കൊടിയേറും. പിറ്റേ ദിവസം ആരാധനയുടെ ദിനമായിരിക്കും. അന്ന് ഇടവകയിലെ എല്ലാ ഭാഗത്തേക്കുമുള്ള വാഹനത്തിൽ വിശുദ്ധയുടെ തിരുശേഷിപ്പും തിരുസ്വരൂപം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ഉണ്ടാവും. കൂടാതെ പിറ്റേ ദിവസം പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണം, പ്രധാന തിരുനാളിൻ്റെ അന്ന് ഞായറാഴ്ച ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും പ്രദക്ഷിണമൊക്കെ ആയിട്ട് വളരെയേറെ ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു നല്ല തിരുനാളായിട്ട് ഈ തിരുനാൾ ആഘോഷിക്കും. ഇനി തിരുനാളിൻ്റെ പ്രോഗ്രാമിനെ പറ്റി കൺവീനർ ശ്രീ നിക്സൺ പറയുന്നു. നിക്സൺ ജോസ്, ഞാനാണ് റീത്തപ്പള്ളിയിലെ ഈ വർഷത്തെ തിരുനാൾ കൺവീനർ. മെയ് 7-ാം തീയതി വ്യാഴാഴ്ച തിരുനാൾ കൊടിയേറ്റ ദിവസമാണ്. മെയ് 8-ാം തീയതി വെള്ളിയാഴ്ച പൂർണ്ണദിന ആരാധനയാണ്. അത് കഴിഞ്ഞ് വിശുദ്ധ കുർബാന, നൊവേന, അത് കഴിഞ്ഞ് യൂണിൽ ഇടവക
എല്ലാ യൂണിറ്റുകളിലേക്കും പ്രദർശനം റീത്തപുണ്യവതിയുടെ രൂപം പ്രദർശനമായിട്ട് പോകുന്നുണ്ട്. 9-ാം തീയതി ശനിയാഴ്ച രാവിലെ വീടുകളിലേക്ക് അമ്പുകൾ കൊണ്ടുപോകുന്നു. വൈകിട്ട് എല്ലാ വാർഡുകളിൽ നിന്നും അമ്പുകൾ പ്രദർശനമായിട്ട് പള്ളിയിലേക്ക് തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ് ആഘോഷമായ കുർബാന, പള്ളി ചുറ്റി പ്രദർശനം, അത് കഴിഞ്ഞ് ആകാശവർണ്ണ വിസ്മയം, ബാൻഡ് മേളം, ചെണ്ടമേളം. ഞായറാഴ്ച വൈകിട്ട് ആഘോഷമായ കുർബാന, അത് കഴിഞ്ഞ് പ്രദർശനം, ഇതുപോലെ തന്നെ ബാൻഡ് മേളം, ചെണ്ടമേളം ആണ് നമ്മൾ നടത്തുന്നത്. ഇതിനോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികൾ പൊതുജനങ്ങൾക്ക് എല്ലാ മതസ്ഥർക്കും ആസ്വാദികരമാകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പരിപാടികളും ശനിയാഴ്ച വൈകുന്നേരത്തെ പ്രദർശന ശേഷം ഒരു ആകാശവർണ്ണ വിസ്മയം നടത്തുന്നുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം വെടിക്കെട്ടിന്റെ അപകടങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അപകടകരമായ എല്ലാ സ്ഫോട വസ്തുക്കളും ഇല്ലാതെ ലളിതമായ രീതിയിലാണെങ്കിലും ഭംഗിയായിട്ട് ആകാശവർണ്ണ വിസ്മയം സംഘടിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആട്ടം കലാസമിതിയുടെ ശിങ്കാരി മേളം, CRP മൂവാറ്റുപുഴ എന്നുള്ള CRP ടീമിന്റെ ബാൻഡ് മേളമുണ്ട്. കൂടാതെ കലാസമിതിയുടെ ശിങ്കാരി മേളം, അത് ഞായറാഴ്ച വൈകുന്നേരം ഉണ്ടാവും. ശനിയാഴ്ച തിരുനാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും കുർബാനയൊക്കെ ഉള്ള ദിവസമാണ്. അന്ന് വൈകിട്ട് 7 മണിക്ക് കൊച്ചിൻ സാങ്കോ അവതരിപ്പിക്കുന്ന ഗാനമേള. ഇത്തരം കാര്യങ്ങളാണ് കലാപരിപാടികളായിട്ട് ഈ തിരുനാളിൽ സംഘടിപ്പിച്ചത്. പുണ്യതയോട് പ്രാർത്ഥിച്ചാൽ അസാധ്യ കാര്യം നടക്കില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ നടക്കും എന്ന വിശ്വാസം ജനങ്ങളെ, വിവിധ മതസ്ഥരെ, ഇവിടെ നൊവേന ഏറ്റെടുത്ത് നടന്നത് ഹൈന്ദവരും കത്തോലിക്കരും ഇപ്പൊ യാക്കോബായ ഇതര വിഭാഗക്കാരെല്ലാമാണ് നൊവേന ഏറ്റെടുത്ത് നടന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ വേദനയൊന്നും ഒരു ദൈവികമായ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വിശുദ്ധ റീത്തായുടെ സഹിതത്തിലേക്ക്, തിരുനാൾ പരിപാടികളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം.